പ്രിയ വിദ്യാർത്ഥികളെ, വിവിധ ഹോസ്പിറ്റലുകളെക്കുറിച്ചും അവിടെ രോഗനിർണയത്തിനും ട്രീറ്റ്മെൻറ്റിനും വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ മെഡിക്കൽ ഉപകരണങ്ങളെക്കുറിച്ചും നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മെഡിക്കൽ ഉപകരണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലും വിവിധ രാജ്യങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലുമുള്ള വിവിധ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതോടൊപ്പം ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക് ഏറ്റവും മികച്ച സേവനം ഏറ്റവും മികച്ച രീതിയിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ വിവിധ മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. NABH എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡിനെ കുറിച്ചും നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാം. ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻസിൻ്റെ ക്വാളിറ്റി ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എന്താണ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്യുപ്മെൻറ്റ്സ്. അതായത് നമ്മളിന്ന് ക്ലിനിക്കലി ഒരു ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുക, ഇങ്ങനെ ഏതൊരു വിഷയം ഒരു ഡോക്ടേഴ്സിന് മനസ്സിലാവണമെങ്കിലും അവർക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഒരു ക്ലിനിക്കൽ സെറ്റപ്പിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അതാണ് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ മേജർ പാർട്ട്. ഇന്നത്തെ ഡോക്ടേഴ്സിന് ഏത് ദിശയിലേക്കാണ് ഈ പേഷ്യൻറ്റിനെ അവരുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകേണ്ടത് എന്നത് തീരുമാനിക്കുന്നത് അവർ അനലൈസ് ചെയ്ത് കിട്ടിയ ഡാറ്റാസ്, ഡിഫറെൻറ്റ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് കിട്ടുന്ന ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് അവരത് ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് പറയുകയാണ് എനിക്ക് പനിയുണ്ട്. അപ്പോൾ പനിയുള്ളൊരു പേഷ്യൻറ്റിന് ഡോക്ടർ ആദ്യം തന്നെ പറയുന്നത് അവരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനാണ്. ഒരു തെർമോമീറ്റർ, ഡിഫറെൻറ്റ് തെർമോമീറ്റേഴ്സ് അവൈലബിൾ ആണ്. തെർമോമീറ്റർ വെച്ചിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് അത് എത്രത്തോളം അതിൽ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സ്റ്റാൻഡേർഡ് നോർമൽ ഹെൽത്ത് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും എത്ര ടെമ്പറേച്ചർ വേരി ചെയ്യുന്നുണ്ട്, ആ ഒരു വേരി ചെയ്യുന്ന ടെമ്പറേച്ചർ നോട്ടിഫൈ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ പേഷ്യൻറ്റ് പനിയുണ്ടോ ഇല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഡാറ്റ, ഒരു ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും വരുന്ന ഡാറ്റ, അത് എത്രത്തോളം കൃത്യതയുള്ളതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ അതിന് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻസിൻ്റെ ആ റോളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്യുപ്മെൻറ്റിൻ്റെ ക്വാളിറ്റി അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതുപോലുള്ള ഒരുപാട് നൂറുകണക്കിന് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലിനിക്കൽ എൻവയോൺമെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഓരോ എക്യുപ്മെൻറ്റിനും ഓരോ പാരാമീറ്റർ ഉണ്ട്. അത് അതിൻ്റെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന പാരാമീറ്റർ. ആ ഒരു പാരാമീറ്ററിൻ്റെ ഡീവിയേഷൻ, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക, അതെങ്ങനെയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇതിലൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് അത് ഒരു ഡോക്ടേഴ്സിന് അവരുടെ ടൂളായിട്ട് ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ഒരു പ്രൊഡക്റ്റ്, ഒരു മാനുഫാക്ചറാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഡിസൈനർ ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിൻ്റെ ടെക്നിക്കൽ മാനുഫാക്ചറിങ് ഡിവിഷൻ ഉണ്ടാവും. അപ്പോൾ അവർ ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്തു, അതിനെ മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ ഫങ്ഷനാലിറ്റി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഫങ്ഷനാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടെ ആ ഒരു പ്രൊഡക്റ്റ് വർക്കിംഗ് ആണ്, അത് ഓക്കെ ആണെന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്യും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അവരുടെ തന്നെ ഇൻറ്റേർണൽ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ പാർട്ടായിട്ട് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഈ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനൊരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അത് പ്രകാരം ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ, അത് പ്രകാരം അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു പാർട്ടിയും കൂടെ ഒരു ടീമും കൂടെ എന്ത് ചെയ്യും, അത് ഇവാലുവേറ്റ് ചെയ്ത് അതിനവർ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആ ഡാറ്റാസ് ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇത് ടെമ്പറേച്ചർ 37 ഡിഗ്രി ഉണ്ട്, അത് വീണ്ടും ഒരു റെഫറൻസ് മീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, ചെക്ക് ചെയ്തിട്ട് കാണിക്കുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി ആണോ അല്ലേ, അല്ലെങ്കിൽ എത്ര ഡീവിയേഷൻ ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ഇതിനെ സർട്ടിഫൈ ചെയ്യും. ദിസ് ഈസ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പാസ്റ്റ്, QA പാസ്റ്റ് എന്നാണ് നമുക്ക് പറയാം. QA പാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് പിന്നെ എന്ത് ചെയ്യാം, പുറത്തേക്ക് ഒരു ക്ലിനിക്കൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാം.
അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനർ ഒരു സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവും, ഇത് 37 ഡിഗ്രി ആണ്, അതിൻ്റെ ഡീവിയേഷൻ മാക്സിമം 0.01 അല്ലെങ്കിൽ 0.02 ഇത്ര ടെമ്പറേച്ചർ വരെ വേണമെങ്കിൽ വേരി ചെയ്യാം. അതാണ് അതിൻ്റെ വർക്കിംഗ് റേഞ്ച്. അപ്പോൾ വർക്കിംഗ് റേഞ്ചിനകത്തായിരിക്കണം ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഈ ക്ലിനിക്കൽ എൻവയോൺമെൻറ്റ് എത്തിക്കഴിഞ്ഞാലും കിട്ടേണ്ടത്. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വെരിഫൈയിലാണ് ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഒരു മാനുഫാക്ചറർ പറയുന്നു ഇതിൻ്റെ ക്വാളിറ്റി സർട്ടിഫൈഡ് ആണ്, ക്വാളിറ്റി ഓക്കെ ആണ്. ഇനി അത് പ്രൊഡക്റ്റ് ക്ലിനിക്കൽ അല്ലെങ്കിൽ സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതെങ്ങനെ ഗ്യാരണ്ടി ചെയ്യും? അവർ പറയുന്നു ഇത് ക്വാളിറ്റി ഓക്കെയാണ്, പക്ഷേ നമുക്ക് അവർക്ക് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റും ഇങ്ങനെ ക്വാളിറ്റി സീൽ ചെയ്തിട്ട് ഇത് ക്വാളിറ്റി ഓക്കെ എന്ന് സർട്ടിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ടീം കൂടെ വേണം, ഒരു തേർഡ് പാർട്ടി. അതായത് ഈ കമ്പനിയുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത മൂന്നാമത്തെ ഒരു പാർട്ടി. ഒരാൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, 2 അവരുടെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അത് ചെക്ക് ചെയ്യുന്നു, മൂന്നാമതായിട്ട് ഒരു തേർഡ് പാർട്ടി ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഇത് ഒരു മൂന്നാമത്തെ പാർട്ടി ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റപ്പ് ഒരു ക്ലിനിക്കൽ എൻവയോൺമെൻറ്റിലുള്ള നമ്മൾ അതിൻ്റെ അടുത്താണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റ് ഒന്നാമതായിട്ട് അവരുടെ മാനുഫാക്ചറിങ് ക്വാളിറ്റി പാസ്സാവണം, രണ്ടാമതായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഏജൻസി ഇത് എന്ത് ചെയ്യണം, ഈ മാനുഫാക്ചറെ വെരിഫൈ ചെയ്തിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യണം, അത് സർട്ടിഫൈ ചെയ്യണം. അപ്പോൾ അതാണെന്ത്, അങ്ങനെ ഒരു ടൈമിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള തേർഡ് പാർട്ടി ഏജൻസീസ് ആരാന്നുള്ളത് നമുക്കറിയണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ CE, അതുപോലെ FDA, ECRI, ഇതൊക്കെ എക്സ്റ്റേണൽ ഏജൻസീസാണ്, തേർഡ് പാർട്ടി ഏജൻസീസാണ്. അത് ചിലത് ഡയറക്റ്റ് ഗവൺമെൻറ് അണ്ടറിലുള്ളതുണ്ടാവും, ചിലത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ റോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മാനുഫാക്ചർ പറയാണ് എൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഓക്കെയാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ CE എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ കൺഫേമിറ്റിയാണ്. യൂറോപ്യൻ യൂണിയൻ കൺഫേമിറ്റി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണമെങ്കിൽ അവർ പറയുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ്, ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണം. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്, ഈ മാനുഫാക്ചർ അവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തിട്ടാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ അവർ പറയുന്ന ടെസ്റ്റുകൾ, ഓരോ പ്രൊഡക്റ്റിനും റെഫർ ചെയ്തിട്ടുള്ള ടെസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് എല്ലാം അവർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവർ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് റിക്കവർ ചെയ്യുക, അത് ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് CE എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവർ എന്ത് ചെയ്യും, ഈ മാനുഫാക്ചറായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഇവരുടെ ഡാറ്റാസ് ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ടെക്നിക്കൽ ഡാറ്റാസ് ഈ CEക്ക് എന്ത് ചെയ്യണം, ഈ ഏജൻസിക്ക് കൊടുക്കണം. അതോടൊപ്പം അതിൻ്റെ ഡാറ്റാസ്, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡാറ്റാസ് അറ്റ്ലീസ്റ്റ് 10 years ഒക്കെ അവൈലബിൾ ആയിരിക്കണം. ഏതൊരു കസ്റ്റമർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കംപ്ലയിൻറ്റ് റേസ് ചെയ്യാൻ പറ്റും. അവർക്കൊരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഹസാർഡ് ഈ പ്രൊഡക്റ്റിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടീം വേണം അല്ലേ? എങ്ങനെ നമ്മൾ ഈ മാനുഫാക്ചറിലേക്ക് ഡയറക്റ്റ് എത്തും? ചിലപ്പോൾ ഈ മാനുഫാക്ചർ വേറെ ഏതൊരു കൺട്രിയിലുള്ള മാനുഫാക്ചർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചിലപ്പോൾ അവരിലേക്ക് എത്താനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി എത്തിയാൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് അവർ സോൾവ് ചെയ്തിട്ടുണ്ടാവോ ഇല്ലേ നമുക്കറിയില്ല. നമ്മളെ പ്രൊഡക്റ്റിന് അത് കറക്റ്റ് ചെയ്ത് കിട്ടുമോ ഇല്ലേ നമുക്കറിയില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ, നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ശ്രമം നടത്താം. നമുക്ക് അവർക്ക് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് ഒരു പാർട്ണർ ഉണ്ടാവും, ഇന്ത്യയിൽ ഒരു പാർട്ണറോ അല്ലെങ്കിൽ അവരുടെ ഡയറക്റ്റ് ഓഫീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓഫീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഓഫീസ് കോൺടാക്ട് ചെയ്ത് നമുക്ക് എന്നെ കംപ്ലയിൻറ്റ്സ് ഉണ്ട്, അത് സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഹസാർഡ് വന്നിട്ടുണ്ട്, ഒരു പേഷ്യൻറ്റ് ഡെത്ത് ആയിട്ടുണ്ട്, അപ്പോൾ അതിനുള്ള കോമ്പൻസേഷൻ വേണമെന്ന് നമുക്ക് കേസ് എടുക്കണമെങ്കിൽ കേസ് എടുക്കാം. ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മളിപ്പോൾ ഇന്ത്യ ഒരു കൺട്രിയിലുണ്ടായി, അതേസമയം ഇതേ പ്രൊഡക്റ്റ് നമ്മൾ ഒരു വേൾഡിൽ ഒരുപാട് കൺട്രീസിൽ കൊടുക്കുന്നുണ്ട് അല്ലേ, അവിടെയും ഇത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം, അത് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏജൻസി സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആകുമ്പോൾ എന്താവും, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വേൾഡിൽ വന്ന എല്ലാ കംപ്ലയിൻറ്റ്സ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ റീകോൾസ് ഇവരെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് അവർ മാനുഫാക്ചർക്ക് അത് കംപ്ലയിൻറ്റ്സ് റേസ് ചെയ്യും. കംപ്ലയിൻറ്റ്സ് റേസ് ചെയ്താൽ മാത്രം പോരാ, അവർക്കത് എന്ത് ചെയ്യണം, അതിൻ്റെ സൊല്യൂഷൻ എന്തുകൊണ്ടാണ് പ്രശ്നം വന്നു, എങ്ങനെ അത് സോൾവ് ചെയ്തു, ആ സോൾവ് ചെയ്തതിൻ്റെ പ്രൂഫ് എന്ത് ചെയ്യണം, ഇവർ കൊടുക്കും വേണം. അതോടൊപ്പം വേൾഡിൽ എവിടെയൊക്കെ ഈ മെഷീന് ഇൻസ്ട്രുമെൻറ്റ് കൊടുത്തിട്ടുണ്ടോ അവിടെയുള്ള എല്ലാ മെഷീൻസിനും എന്ത് ചെയ്യണം, ഇതിൻ്റെ കറക്ഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ അത് സപ്ലൈ ചെയ്ത് അവിടെ കറക്റ്റ് ചെയ്ത് അത് യൂസർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്ത് അവരുടെ റിപ്പോർട്ട് എന്ത് ചെയ്യണം, തിരിച്ച് ഫയലാക്കിയിട്ട് ഈ ഏജൻസിക്ക് സബ്മിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ,
ഇവർക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ആ സർട്ടിഫിക്കേഷൻ ഏതാണ് സർട്ടിഫിക്കേഷൻ, സി ആണ് സി, എഫ് ഡി ആണ് എഫ് ഡി, അല്ലെങ്കിൽ ECRI ഏതാണ് സർട്ടിഫിക്കേഷൻ, ആ സർട്ടിഫിക്കേഷൻ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു CE സർട്ടിഫൈഡ് പ്രൊഡക്റ്റ്, അത് ചൈനയിൽ നിന്ന് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, അതിന് CE സർട്ടിഫൈഡ് ആണ്. അപ്പോൾ CE സർട്ടിഫൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ പ്രൊഡക്റ്റ് യൂറോപ്യൻ കൺട്രീസിൽ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്ത പ്രൊഡക്റ്റിന് ഒരു റീകോൾ വന്നു, ഒരു ഫാൾട്ട് വന്നു. അപ്പോൾ അതെന്ത് ചെയ്യണം, ഇവരത് മാനുഫാക്ചർ കറക്റ്റ് ചെയ്ത് അവിടെ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ കംപ്ലീറ്റ് പ്രൊഡക്റ്റും അത് കറക്റ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, ഇത്ര സമയം കൊണ്ട് അത് ചെയ്യണം, ചെയ്തെങ്കിൽ മാത്രമേ ഇവരുടെ CE സർട്ടിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസുള്ളൂ. അതല്ലെങ്കിൽ അതെന്ത് ചെയ്യും, അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യും, ഇവർക്ക് ആ പ്രൊഡക്റ്റ് ആ കൺട്രിയിൽ പിന്നെ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണെന്ത്, നമുക്ക് വേറൊരു ഏജൻസിയാണ് FDA, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അത് USAയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇവരുടെയും റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് അവിടെ USA സെയിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അത് USA FDA അപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കണം. അതായത് അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് എന്ത് ചെയ്യണം, അത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് അതിന് റീകോൾസ് ഒന്നുമില്ല, കംപ്ലയിൻറ്റ്സ് ഇല്ല, വേൾഡ് വൈഡിൽ അത് സാറ്റിസ്ഫൈഡ് പ്രൊഡക്റ്റാണ്. ഇങ്ങനത്തെ സർട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മോണിറ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരു മാനുഫാക്ചറോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേട്ടോളന്നില്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും, ഇപ്പോൾ USA ഒരു FDA പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് എത്ര വർഷത്തേക്ക്, 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തേക്കാണ് FDA ലൈസൻസ് കൊടുക്കുക. അപ്പോൾ ലൈസൻസ് കൊടുക്കുക മീൻസ് ഇവരുടെ പ്രൊഡക്റ്റ് എല്ലാവിധ അവർ പറയുന്ന എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പ്രകാരം പ്രൊഡക്റ്റ് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ വിശ്വസിക്കാൻ പറ്റും, ഈ ഒരു പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റും. അതോടൊപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, മാനുഫാക്ചർ അത് കേൾക്കുന്നില്ല, നമ്മളെ കേൾക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിതൊരു കംപ്ലയിൻ്റ് ആയിട്ട് FDA റേസ് ചെയ്യാം. FDA റേസ് ചെയ്താൽ FDA ഉടനടി എന്ത് ചെയ്യും, ഈ കമ്പനിയെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് ഇതിനുള്ള ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഇത്ര ദിവസത്തിനകം തന്നിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവരുടെ ലൈസൻസ്, ഇവരുടെ ഈ ക്വാളിറ്റി അപ്രൂവൽ ഇവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് ഈ സ്റ്റാൻഡേർഡ്സ് കൊണ്ട്, ഈ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്ന സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലത്തെ മൂന്നാമത്തെ ഒരു ഏജൻസിയാണ് ECRI. അതും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഇവരും USA ഒരു ഏജൻസിയാണ്. ഇത് ഏത് ഏജൻസി ആണെങ്കിലും ഇവരുടെയൊക്കെ ഫൈനൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒരു യൂസർ എന്ന നിലയിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സർട്ടിഫൈഡ് എക്യുപ്മെൻറ്റ്സ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു ഡോക്ടേഴ്സിന് ഒരു ക്ലിനിക്കൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ബയോമെഡിക്കൽ ടീമായിരിക്കണം എന്ത് ചെയ്യുക, ഈ എക്യുപ്മെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നതല്ല ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൻ്റെ ക്വാളിറ്റി വഴി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് അതിന് എന്ത് ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നുണ്ട്, എന്ത് സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്, അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, ഫൈനലി ഇറ്റ് ഈസ് ഫോർ ദ സേഫ്റ്റി ഓഫ് ദ പേഷ്യൻറ്റ്. നമ്മൾ ഏതൊരു എക്യുപ്മെൻറ്റ് ഏതൊരു എൻവയോൺമെൻറ്റിൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു എക്യുപ്മെൻറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് കിട്ടുന്ന ഡാറ്റ അത് പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് ഡാറ്റയാണ്. ആ ഡാറ്റ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കിട്ടുക. അപ്പോൾ അതിൽ വരുന്ന എറേഴ്സ് പേഷ്യൻറ്റിന് ഫാൾസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുവഴി എന്താവും പേഷ്യൻ്റെ മറ്റു ഹെൽത്ത് ഹസാർഡിലേക്ക് പേഷ്യൻറ്റ് ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റി ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഒരു മാനുഫാക്ചർ സൈഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒന്നാമതായിട്ട് അതിൻ്റെ ഇലക്ട്രിക്കൽ സേഫ്റ്റി വളരെ പ്രധാനമാണ്. അതായത് ഈ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ സേഫ്റ്റി എത്രത്തോളം ഇത് ഒരു പേഷ്യൻറ്റിലേക്ക് യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ മെഷീനിൽ നിന്നും പേഷ്യൻ്റ് എന്തെങ്കിലും ഷോക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ റിസ്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് ആദ്യം തന്നെ അത് നടത്തിയിരിക്കണം. അപ്പോൾ അതാണ് ഇലക്ട്രിക്കൽ സേഫ്റ്റി ടെസ്റ്റ്. അപ്പോൾ അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടാണ് ഇവർ ടെസ്റ്റുകൾ നടത്തുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെസ്റ്റ് ഈ എക്യുപ്മെൻറ്റ് പാസ്സായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതും കൂടെ ഈ ക്വാളിറ്റീൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യും. അതോടൊപ്പം അതിൻ്റെ മെക്കാനിക്കൽ ഫിക്സിങ്, മെക്കാനിക്കൽ ഫിറ്റിങ്സ്, മെക്കാനിക്കൽ സേഫ്റ്റി, ഫിസിക്കൽ സേഫ്റ്റി. പിന്നെ ഈ ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ ഉപയോഗപ്പെടുന്ന എൻവയോൺമെൻറ്റിൽ ഇതിന് ജനറേറ്റ് ചെയ്യുന്ന EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ട്. അപ്പോൾ അത് മറ്റു എക്യുപ്മെൻറ്റ്സിനെ എന്തെങ്കിലും ബാധിക്കുമോ, അതല്ല അത് നമ്മുടെ പേഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഓപ്പറേറ്റേഴ്സിൻ്റെ യൂസേഴ്സിൻ്റെ ഹെൽത്തിനെ ബാധിക്കുമോ, ഇങ്ങനത്തെയുള്ള വിഷയങ്ങളെല്ലാം ഇതിൻ്റെ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ട സംഭവങ്ങളാണ്.
അതുകൂടാതെ ഇനിയൊരു സ്പെസിഫിക് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ റേഡിയേഷൻ എക്യുപ്മെൻറ്റ്സ് വരാണ്. ഇപ്പോൾ എക്സ്റേ റേഡിയേഷൻ ബേസ്ഡ് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ റേഡിയേഷൻ സേഫ്റ്റിയും കൂടെ പ്രധാനമാണ്. ഇപ്പോൾ റേഡിയേഷൻ എന്ന് പറയുന്നത് എക്സ്റേ റേഡിയേഷൻ ഇറ്റ് ഈസ് വെരി ഹാംഫുൾ ഫോർ ദ ഹെൽത്ത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ അത് ഓപ്പറേറ്റർക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഈ റേഡിയേഷൻ അത് എത്രത്തോളം പുറത്തേക്ക് ലീക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മെഷീൻസിൻ്റെ റേഞ്ച്, ആ മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എത്രത്തോളം ലോങ്ങിലേക്ക്, എത്രത്തോളം ഡിസ്റ്റൻസിലേക്ക് ഇത് പോകുന്നുണ്ട്, അവിടെയുള്ള ആൾക്കാർക്ക് അത് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം, അത് ആ മെഷീൻ, ആ മാനുഫാക്ചർ ഡിഫൈൻ ചെയ്യണം. ഇതിൻ്റെ സേഫ്റ്റി, ഇത് സേഫ് ടു യൂസ് ആണ്, അല്ലെങ്കിൽ ഇത്ര ദൂരം അത് ഇതിൻ്റെ റേഡിയേഷൻ ഉണ്ടാവും, ഏരിയ ശ്രദ്ധിക്കണം. അതിന് വേണ്ട പ്രൊട്ടക്ഷൻ ഈ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസിന് അത് ഉണ്ടായിരിക്കണം എന്നുള്ളത് അതും കൂടെ ഒരു മാനുഫാക്ചേഴ്സ് പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി ടെസ്റ്റുകളിലൂടെ പാസ് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റ് നിർബന്ധമായിട്ടും അത് ക്വാളിറ്റി അപ്രൂവ്ഡ് ആയിരിക്കും, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നമ്മൾ റെഫർ ചെയ്യണം. അതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അത് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ക്ലിനിക്കിലേക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എന്താ ഉള്ളൂ, ഈ ഒരു എക്യുപ്മെൻസിൻ്റെ വർക്കിംഗ് സമയങ്ങളിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വർക്കിംഗ് സമയങ്ങളിൽ യാതൊരുവിധ ഹസാർഡ്സും അതിൻ്റെ ഓപ്പറേറ്റേഴ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാഫിനോ അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്ന പേഷ്യൻസിനോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സ് നിർബന്ധമായിട്ടും ഈ ഒരു ക്രൈറ്റീരിയ അത് മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് സേഫ് ടു യൂസ് ആയിരിക്കും ഒരു പേഷ്യൻറ്റിലേക്ക്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് NABH അക്രഡിറ്റേഷനെ കുറിച്ചാണ്. NABHനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ആരോഗ്യരംഗത്തെ ക്വാളിറ്റി, അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ ക്വാളിറ്റി, എന്താണ് അക്രഡിറ്റേഷൻ, എന്തിനാണ് നമ്മൾ അക്രഡിറ്റേഷന് പോകുന്നത് എന്നിവയൊക്കെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു സമൂഹത്തിനോ വ്യക്തിക്കോ ഗുണപ്രദമായ രീതിയിൽ ആരോഗ്യ സേവനം നൽകുന്നതിനെയാണ് നാം ക്വാളിറ്റി കെയർ എന്ന പദം യൂസ് ചെയ്യുന്നത്. മേൽ പറഞ്ഞ സേവനം അത് എഫക്റ്റീവ് അല്ലെങ്കിൽ ഫലപ്രദമായിരിക്കണം. ഈ സേവനം ഫലപ്രദമാവണമെങ്കിൽ നാം കൊടുക്കുന്ന സർവീസ് അഥവാ സേവനം അത് എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. പിന്നെ സേഫ്റ്റി, അത് സുരക്ഷിതമായിരിക്കണം. പിന്നെയുള്ളത് പേഷ്യൻ്റ് സെൻറ്റേർഡ്, അതായത് രോഗിയുടെ ആവശ്യാനുസരണവും മൂല്യങ്ങൾക്ക് അനുസരിച്ചും ഉള്ളതായിരിക്കണം. ഇനി എന്താണ് അക്രഡിറ്റേഷൻ? മേൽ പറഞ്ഞ രീതിയിലുള്ള സേവനം നാം വ്യക്തികൾക്കോ സമൂഹത്തിനോ നൽകുന്നതിൻ്റെ ഒരു അംഗീകാരമാണ് അക്രഡിറ്റേഷൻ. ധാരാളം പ്രൊഫഷണൽ ബോഡീസ് ലോകമെമ്പാടും ഈ ഒരു അംഗീകാരം നൽകുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്ക് അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു സ്ഥാപനമാണ് NABH. ഈ ഒരു സ്ഥാപനം 2005 സ്ഥാപിക്കപ്പെട്ടത്. ഇനി എന്തിനാണ് നമ്മൾ അക്രഡിറ്റേഷന് പോകുന്നത്? അക്രഡിറ്റേഷൻ കൊണ്ട് 3 തലത്തിലാണ് നമുക്ക് നേട്ടമുണ്ടാകുന്നത്. ഒന്ന് വ്യക്തിതല നേട്ടം, മറ്റത് സ്ഥാപനത്തിനുള്ള ഒരു നേട്ടം, മറ്റത് രോഗികൾക്കുള്ള നേട്ടം. ഇവയിൽ ഓരോന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. രോഗികൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന സേവനത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുന്നു. യോഗ്യരായ സേവനദാതാവിൽ നിന്നുള്ള ചികിത്സ ഉറപ്പ് നൽകാൻ പറ്റുന്നു. പിന്നീടുള്ളത് രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഇനി വ്യക്തിതല നേട്ടം അഥവാ ഇൻഡിവിജ്വൽ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അറിവ്, കഴിവ്, തൊഴിൽപരമായിട്ടുള്ള വളർച്ച, ഉത്തരവാദിത്തം, പിന്നെ ഉടമസ്ഥാവകാശം ഇതൊക്കെ വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമുക്ക് വർദ്ധിക്കുന്നു. പിന്നെ ജോലി സാഹചര്യം, തുടർ പഠനത്തിനുള്ള ഒരു സാഹചര്യവും വർദ്ധിക്കുന്നു. ഇനി സ്ഥാപനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ഥാപനത്തിനോടുള്ളൊരു വിശ്വാസം നമുക്ക് വർദ്ധിക്കുന്നു. നമുക്ക് സ്ഥാപനത്തെ വിലയിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പിന്നീട് സ്ഥാപനത്തിന് തന്നെ ഒരു ഉയർച്ച കിട്ടുന്നു. ഇനി എങ്ങനെയാണ് NABH നമ്മെ വിലയിരുത്തുന്നത്? പ്രധാനമായും 3 കാര്യങ്ങളിലാണ് നാം വിലയിരുത്തപ്പെടുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, രണ്ടാമതായിട്ട് നാം കൊടുക്കുന്ന സേവനത്തിൻ്റെ രീതി, അതായത് പ്രോസസ്സ്, മൂന്നാമതായിട്ട് നമുക്ക് കിട്ടുന്ന ഫലം, അതായത് ഔട്ട്കം. ഈ 3 കാര്യങ്ങളെയും അടിസ്ഥാനമാക്കി ഇവയെ ഒരു അളക്കാൻ കഴിയുന്ന സൂചകങ്ങളാക്കി അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് NABH നമ്മെ വിലയിരുത്തുന്നത്. പിന്നെ ഇതൊരു പ്രത്യേക സമയത്ത് മാത്രം നൽകുന്ന ഒരു അംഗീകാരമല്ല, ഇതൊരു തുടർ പ്രക്രിയയാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷനും അസസ്മെൻറ്റും ഒക്കെ ആയിട്ട് നമ്മൾ കറക്റ്റീവ് ആക്ഷനൊക്കെ എടുത്തിട്ടാണ് നാം അക്രഡിറ്റേഷനിൽ മുന്നോട്ട് പോകുന്നത്. ഇത്രയുമാണ് ഹോസ്പിറ്റൽ NABHുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ.